എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോണത് ചിക്കൻ വെച്ചിട്ടുള്ളൊരു ചിക്കൻ കിഴിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ ആണത്. മൈദമാവ്, ഇത്രയും അളവിൽ മൈദമാവ്. പിന്നെ ഞാൻ ഈസ്റ്റിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ചേർക്കാം. ഇത് ഇത്രയും പീസ് ചിക്കനാണ്. ഇത് എല്ലില്ലാത്ത ചിക്കൻ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്തിട്ടുള്ള ഒരു ഉപ്പും ചേർത്ത് ഞാൻ പുരട്ടി വെച്ചേക്കുന്നതാണ്. ഇത് ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വറുത്തിട്ട് വേണം നമുക്ക് ഇതിന് എടുക്കാനായിട്ട്. ഇനി വേണ്ടത് 2 മുട്ടയാണ്. മല്ലിയില, ഉപ്പും പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 സബോള. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ഇത് തയ്യാറാക്കാൻ പോണത്, ചിക്കൻ കിഴി. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മൈദമാവ് കുഴച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ചേർക്കണത് ഇതിന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൈദമാവ് കുഴച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരു കൈമൊന്നും ഇട്ടാതെ നല്ല മയത്തിൽ നമുക്ക് കിട്ടും. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. മാവ് നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി കൂട്ടുകൾ തയ്യാറാക്കാനായിട്ട് സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് പാൻ അടപ്പത്ത് വയ്ക്കാം. ചിക്കൻ വറുത്ത ആ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇത് തയ്യാറാക്കാൻ പോണത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞ സബോള വേണം നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി അതൊന്ന് വഴറ്റിയെടുക്കാം. സബോള നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്, വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. കനം കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചി, ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് വഴറ്റി എടുക്കാം. സിം കൂട്ടിയിട്ട് വേണം നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട്. സിം കൂട്ടിയിട്ടിട്ട് നമ്മൾ ഇത് വഴറ്റിയെടുക്കണമാണ്. നന്നായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് അടിച്ച് വെച്ചേക്കണം ഈ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് മുട്ടയിലേക്ക് ഒരു 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. സിമ്മ് കുറച്ചിട്ട് വേണം നമ്മൾ ഇനി ഇതൊക്കെ കൂട്ടുകൾ ഇട്ട് കൊടുക്കാനായിട്ട്. മുട്ടയിൽ നമ്മൾ ഉപ്പ് ചേർക്കാണ്ടാണ് അടിച്ച് വെച്ചിട്ട് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഗരം മസാലപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച്
ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് മിക്സാക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കൂട്ടുകളും നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഉപ്പ് കൂടി പോകരുത്, നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. എല്ലാതും സെറ്റായിട്ടുണ്ട്. നല്ല മണം ഒക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇത്രയും ചെയ്താൽ നമുക്ക് കിഴിയിലേക്കുള്ള സാധനങ്ങൾ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിഴി ഉണ്ടാക്കാൻ നോക്കാം. മൈദമാവ് ചപ്പാത്തി ആയിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ വെച്ച് ഫില്ല് ചെയ്യാം. 1 ടീസ്പൂൺ വീതം നമുക്ക് ചിക്കൻ വെച്ച് ഇതിനെ കിഴിയായിട്ട് എടുക്കാം. കിഴിയായിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കുക. ഇവിടെ നിന്ന് ഇതേമാതിരി മടക്കി ഈ ഇങ്ങോട്ടും മടക്കിയതിന് ശേഷം നമുക്കത് ഒരു കിഴി രൂപത്തിൽ എടുക്കാം. ഇതുപോലെ കിഴിയായിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി ഇത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കാം. ഓയിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മുങ്ങി കിടക്കാനുള്ള ഓയിൽ വേണം നമ്മൾ ഒഴിച്ച് കൊടുക്കാൻ. ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ടാണ് വെളിച്ചെണ്ണ നമ്മൾ ഓയിൽ കൂടുതൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഓയിൽ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഓരോന്നോരോന്നായി കിഴിയിട്ട് കൊടുക്കാം. ഓയിൽ നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കിഴിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയൊരു ചട്ടിയിലാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് വലിപ്പമുള്ള ചട്ടിയിലിട്ടിട്ട് എണ്ണം കൂട്ടി ഇടാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ തീ കുറച്ച് വേണം നമുക്ക് പിന്നെ തയ്യാറാക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട്. 2 ഭാഗം മറിച്ചിട്ട് നമുക്ക് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ കുറച്ചിട്ട് കൊടുക്കേണ്ടത് 2 ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്ത് കോരി എടുക്കാം. ഒരു പാത്രത്തിലിട്ട് ഞാനൊരു പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കിഴി പപ്സിൻ്റെ കൂടെ കുടിക്കാനായിട്ട് ഏലക്കായ ചതച്ചിട്ട ഒരു കട്ടൻ ചായയും പുതിന ചേർത്ത ഒരു കട്ടൻ ചായയും കൂടി ആയാലോ. നമുക്കത് തയ്യാറാക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പുതിന ഇട്ട് കൊടുക്കുക. ഏലക്കായ ചതച്ച് ഇട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണ്
ചായപ്പൊടി ഇട്ട് കൊടുക്കുക. ചായ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചായയാണ് ഇത്. നിങ്ങൾ ചെയ്തൊന്ന് നോക്കണം. പുതിനയും ഏലക്കായും ചേർത്ത നല്ല ഒരു കട്ടൻ ചായയാണ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മുട്ടയും ചിക്കനും വെച്ച മുട്ടക്കിഴി പപ്സ് നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കട്ടൻ ചായയും കൂടി പുതിനയും ഏലക്കായും ചേർത്ത കട്ടൻ ചായയും കൂടി ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക.